Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക് ആണ്. പക്ഷേ സ്വതവേയുള്ള ക്രിസ്മസ് ഫ്രൂട്ട് കേക്കിന് കുറച്ച് വ്യത്യാസമുണ്ട് അതിന്. അതായത് ഇത് കുറേ ദിവസം ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ മടിക്കുന്നവർക്കും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് കേക്ക് ഉണ്ടാക്കണ്ടെന്ന് വെച്ചവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് ഇതിൽ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നില്ല, മറ്റൊരു ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മളിതിന് ഫ്രൂട്ട്സിനെ കേക്കിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇതിങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈസി ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക്. ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ ചേർക്കാം. ബ്രൗൺ ഷുഗർ എടുക്കുമ്പോൾ എപ്പോഴും കപ്പിൽ നല്ലോണം പാക്ക് ചെയ്ത് നല്ല അമർത്തി വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ കഴിയുന്നതും തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് സ്പ്ലാറ്റർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അത് സ്പ്ലാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ വെച്ച് ആ പഞ്ചസാരയെ നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/3 കപ്പ് ബട്ടർ അൺസോൾട്ടഡ് ആണ്, അത് ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിൽ ഞാനിവിടെ 1/4 കപ്പ് ഗോൾഡൻ റൈസിൻസ്, 1/4 കപ്പ് സാധാരണ റൈസിൻസ്, പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള ആപ്രിക്കോട്ട് ഒരു 1/4 കപ്പ് ഡേറ്റ്സ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്രാൻബെറിയും ചേർക്കുന്നുണ്ട്. ഇത്രയും ഫ്രൂട്ട്സാണ് നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/3 കപ്പ് ഓയിൽ ചേർക്കാം കേട്ടോ. അപ്പം പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യം അങ്ങനെ തന്നെ, നിങ്ങളുടെ ഏതാ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൽ സ്പൈസസ് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ സിനമൺ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ നട്ട്മെഗ് പൗഡർ ജാതിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഇഞ്ചിയുടെ പൊടി ജിഞ്ചർ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ക്ലോവ് പൗഡർ. അത് ഒരു കുറച്ച് സ്ട്രോങ് ആയ സാധനമാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, ക്ലോവ് മാത്രം. ബാക്കിയൊക്കെ എന്തായാലും ഉണ്ടായിരിക്കണം, എന്നാലേ ആ ഫ്രൂട്ട് കേക്കിൻ്റെ രുചി ശരിക്കും കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒരു 5 മിനിറ്റ് ഒരു സിമ്മറിലിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാത്തതിൻ്റെ എഫക്റ്റ് കിട്ടുക ഈ സമയത്താണ്. കാരണം ഇതിൽ ആ ഫ്രൂട്ട്സൊക്കെ ഇരുന്ന് വെന്ത് നല്ല ഒരു സോഫ്റ്റ് ആയി കിട്ടും. പക്ഷെ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആകെ മുഷിയായിപ്പോൾ. അപ്പോൾ അത് ചേർത്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഇതിങ്ങനെയാണ് ഉണ്ടാവുക, ഒന്ന് കുറുകിയിട്ടൊക്കെ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് റമ്മ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. റമ്മ് ചേർക്കുന്നത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഈ സമയത്തൊക്കെ അടുപ്പ് ഓഫായിരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി അതിനെ ഒന്ന് മൂടി വെക്കണം. നമ്മുടെ ഫ്രൂട്ട്സൊക്കെ അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മൈദയൊക്കെ അരിച്ച് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. അത് ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയും സാധനങ്ങളിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ച് റെഡിയാക്കി വെക്കാം. നമ്മുടെ ഫ്രൂട്ടിൻ്റെ മിക്സ്ചർ ഇവിടെ 5 മിനിറ്റ് സോക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എടുത്തതാണ്. അപ്പോൾ അതിപ്പോൾ ഒരു ലൂക്ക് വാമായിട്ടാണ് ഉള്ളത്. അതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട്സ് ഒരു ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യാണ്. ഇത് വല്ലാതെ തണിഞ്ഞ ഐസാവുന്നതിൻ്റെ മുന്നേ വേണം നമ്മൾ ചെയ്യാൻ, എന്നാൽ ഭയങ്കര ചൂടിട്ട് ഉണ്ടാവാനും പാടില്ല. ഒരു ലൂക്ക് വാം ടെമ്പറേച്ചർ ആ സ്ഥിതിയിൽ ഇത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 മുട്ടയാണ് ചേർക്കാൻ പോകുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടാവണം. മാത്രമല്ല അത് പുറത്തുനിന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. മറ്റത് ഇതിൽ ആദ്യം തന്നെ മുട്ട ഡയറക്റ്റായിട്ട് ഇടുമ്പം ശരിക്കും മിക്സ് ആവില്ല. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മൈദയുടെ മാവ് അരിച്ചു വെച്ചിരിക്കുന്നത് കുറച്ചായിട്ട് ഇതിൽ ചേർത്ത് ഒരു വിസ്കറോ സ്പാച്ചുലയോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്തിട്ട് അതിനെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബേക്ക് ചെയ്യാനുള്ള ഇങ്ങനെ ഒരു പാത്രം എടുക്കുക. അതിപ്പം വട്ടത്തിലോ റെക്റ്റാങ്കിളോ എങ്ങനെ വേണിച്ചാൽ എടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച്
ബട്ടർ ചേർക്കുകയാണ്. ബട്ടർ നമ്മൾ എല്ലാ സൈഡിലും ഒന്ന് തേച്ചതിന് ശേഷം ഒരു പാച്ച്മെൻറ്റ് പേപ്പർ അതിൻ്റെ അടിയിലത്തെ ആ അളവിന് കണക്കായിട്ട് മുറിച്ച് അതിനടിയിൽ വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിനെ ഒരു 350 ഡിഗ്രി ഫാരനൈറ്റ്സ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 to 55 മിനിറ്റ്സോളം ബേക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ ഓരോ അവനിനും ഒക്കെ ടെമ്പറേച്ചറിനും ഒക്കെ കുറച്ച് വല്ല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 40 മിനിറ്റ്സ് ആകുമ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ കൂടുതൽ വേണമെന്നുള്ളത് അപ്പം തീരുമാനിക്കുക. അപ്പോൾ എനിക്കിത് ഒരു കറക്റ്റ് 50 മിനിറ്റ്സിലാണ് റെഡിയായത്. അപ്പോൾ അതാണ് ഞാനൊരു 45 to 55 എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളൊരു ഗ്ലാസ് ഡിഷിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ 325 ഡിഗ്രി ഫാരനൈറ്റ്സ് വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായത് നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കുത്തി നോക്കുമ്പം അത് ക്ലീനായിട്ട് പുറത്തേക്ക് വന്നാൽ റെഡിയായി എന്ന് അർത്ഥം. ഇനി ഈ കേക്ക് കുറച്ച് തണിഞ്ഞതിന് ശേഷം ഒരു വയർ റാക്ക് വെച്ചിട്ട് അതിലേക്ക് തിരിച്ചിടാം. അപ്പം ചൂടോടെ ഒരിക്കലും അത് ചെയ്യരുത്. അപ്പം അങ്ങനെ ചെയ്താൽ അതിൽ ഒട്ടിപ്പിടിക്കും. ഇതിവിടെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ പാച്ച്മെൻറ്റ് പേപ്പർ മാറ്റാം. എന്നിട്ട് റൂം ടെമ്പറേച്ചർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കഴിക്കാം. അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ കുറച്ചും കൂടി അതിൻ്റെ മുകൾ ഭാഗം ഈ സമയത്ത് ഒരു ചെറുങ്ങനെ ഹാർഡായിരിക്കും. അപ്പോൾ അത് ഒന്നും കൂടി നന്നായി സോഫ്റ്റ് ആവാനും അതിൻ്റെ ഫ്ലേവറൊക്കെ ആ കേക്കിലേക്ക് ശരിക്കും അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനുമായിട്ട് ഒരു ഇതുപോലെ സെറാൻ റാപ്പിലും പിന്നെ അലൂമിനിയം ഫോയിലും ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി വളരെ സോഫ്റ്റും മോയിസ്റ്റും ആയി മാറും. അപ്പം ഞാനിപ്പോൾ ഇവിടെ സെറാൻ റാപ്പും അലൂമിനിയം ഫോയിലും ഇട്ടതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലിട്ടിട്ട് വെക്കുകയാണ്. ഞാനിതെന്തായാലും ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കാൻ പോണത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. നമുക്ക് ഇത് ഫോയിലിൽ നിന്നും റാപ്പിൽ നിന്നൊക്കെ പുറത്തേക്ക് എടുക്കാം. ഒരു 3-4 ഒക്കെ ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും. പക്ഷേ ഒരുപാടധികം ദിവസം ചൂടുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെക്കണ്ട. ഇതിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ലോണം അത് കളറൊക്കെ ഡാർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും മോയിസ്റ്റും ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് മെല്ലെ കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാതെ തയ്യാറാക്കാവുന്ന ഈ ഈസി ഫ്രൂട്ട് കേക്ക് റെസിപ്പി എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്താണ് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.